ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ N160 ഞാൻ എൻ്റെ ഫുൾ സൈലൻസർ ഊരിയിട്ട് ശബ്ദം എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമുക്ക് ശബ്ദം എങ്ങനെ ഉണ്ട് അത് കേട്ടിട്ട് നിങ്ങൾ പറ. ഞാൻ എന്തായാലും സൈലൻസർ ഊരിയിട്ട് റോട്ടിൽ കൂടി ഒരു 10 ആൾക്കാരെ വെറുപ്പിച്ചാലും പ്രശ്നമില്ല. കാരണം സൈലൻസർ ഊരിയപ്പോൾ എന്താ മോനെ ശബ്ദം. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ റോഡിലുള്ള ആൾക്കാർ മൊത്തം നോക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഒന്ന് ഫ്രണ്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഏതെങ്കിലും ആൾക്കാർ അതാ ചെക്കന്മാർ നോക്കണമൊക്കെ അതാ പറഞ്ഞേ, നോക്കാൻ ഞാരും ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ട്, അത്ര ആൾക്കാർ നോക്കും. ആൾക്കാർ പ്രാവോ ഈ ചെക്ക ഇത് എന്ത് പോക്കാ പോണേ പറയുമ്പോൾ 20 പോണത്. പക്ഷേ ശബ്ദം അമ്മാരി ശബ്ദ, നല്ല ശബ്ദമുണ്ട്. ഇത് വീഡിയോയിൽ കേൾക്കുന്ന പോലെ അല്ല, റിയലായിട്ട് റോഡിൽ നിന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരാൾ റോഡ് സൈഡിൽ നിന്നിട്ട് ഞാൻ അതുവഴി പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല ലൗഡാണ്. നല്ല ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. കാരണം ഈ N160 ഒരു പ്രത്യേകത ഉണ്ട്, ബാക്കി വണ്ടികൾ പോലെ അല്ല. ഇതിൻ്റെ സ്റ്റോക്ക് തന്നെ നല്ല ബാസാണ് സൗണ്ട്, എന്നുള്ള ആ ഒരു ബാസ് സൗണ്ടാണ്. അപ്പം അതിൻ്റെ സൈലൻസർ ഊരിയാൽ പറയണോ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ. ഇതിൻ്റെ ഒക്കെ ഒരു കട്ട് ഓഫ് അടിക്കുമ്പോൾ ടൊട്ടോ എന്ന് പറഞ്ഞ് പൊട്ടുന്ന ശബ്ദം കേൾക്കാം. BS6 ആണ് വണ്ടി, പക്ഷെ ഇതിൽ തീ വരുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട്. ജസ്റ്റ് നിങ്ങൾ കേട്ടോ, കട്ട് ഓഫ് അടിക്കാനുള്ള റോഡ് നമ്മുടെ ഈ കേരളത്തിൽ ഇല്ലാന്നറിയാലോ. അതുകൊണ്ട് പിന്നെ അത് എന്തിനാ ഒരു സൂപ്പർ ബൈക്ക് എടുക്കാൻ തന്നെ, സൂപ്പർ ബൈക്ക് എടുത്ത ആൾക്കാർ തന്നെ അവർക്ക് സമാധാനമായിട്ട് ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ ഹൈവേ ഇറങ്ങണം. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഹൈവേയിൽ ഇറങ്ങിയിട്ടും കാര്യമില്ല. എന്താ അവിടെ മോർണിംഗ് ആണെങ്കിൽ ആൾക്കാർ നടക്കാൻ ഇറങ്ങും, അല്ലെങ്കിൽ സൈക്കിൾ ഓട്ടം, സ്കേറ്റിംഗ്, അങ്ങനെ പല പരിപാടി ഇപ്പം ഹൈവേയിലാണ്. അപ്പം പിന്നെ എന്താ പറയുക, ഒരു ബൈക്കർ എന്ന് പറയുമ്പം ഒരു സൂപ്പർ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇൻ കേസ് ഞാൻ ഇതുവരെ സൂപ്പർ ബൈക്ക് ഓട്ടിച്ചിട്ടുണ്ട്, പക്ഷേ സ്വന്തമായിട്ട് ഓൺ ചെയ്തിട്ടില്ല. എനിക്ക് ആകെ ഇപ്പോൾ ഒറ്റ വണ്ടിയുള്ളൂ, N160, പൾസർ N160, 160cc ആണ്. ഈ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഒരു ഡ്രീം ബൈക്ക് എന്ന് പറയുമ്പം കവാസാക്കി ZX-10R ആണ്, പിന്നെ S1000RR ഉണ്ട്, Z900 ഉണ്ട്, ഡുഗാട്ടി പനിഗല V4 ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഡ്രീം ബൈക്ക്. ഇത് എല്ലാം വേണമെന്നല്ല, ഏതെങ്കിലും വൺ ഡേ ഒരു കവാസാക്കിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ പറയാം. അത് കഴിഞ്ഞ് സെക്കൻഡ് എന്ന് പറയുന്നത് SSL. പക്ഷെ എനിക്ക് ഏറ്റവും ഡൗട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവാസാക്കി ഓർ S1000R. എനിക്കിത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൽ ഏത് എന്നുള്ള ഒരൊറ്റ ഡൗട്ട് മാത്രമേ. പക്ഷേ വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല, മണിയില്ല, സ്വാഭാവികം. സോ എപ്പോഴേലും ഒക്കെ വാങ്ങാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സൗണ്ട്. നമുക്ക് സൗണ്ടല്ല, നമുക്ക് ഈ റോഡ് ഇപ്പം തന്നെ കണ്ടില്ലേ, ആ കാറ് ഓരോ അതാണ് പറഞ്ഞത്, ഇവിടുത്തെ സീറോ സിവിക് സെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്ര ഇതിലാണ് ഇവിടുത്തെ ബസ്സുകൾ പോകുന്നത്. ബസ് മീൻസ് മത്സരമാണ്. നമ്മൾ ഒരു എന്താ പറയുക, ബൈക്ക് റേസിങ്ങിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റേസിംഗ് ഇല്ലേ, അതേപോലെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കോ കാറോ അല്ല, ബസ്സുകളാണ്. ബസ്സുകൾ തമ്മിലാണ്. KSRTC പ്രൈവറ്റ് ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നു, പ്രൈവറ്റ് ബസ് KSRTCനെ ഓവർടേക്ക് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആക്സിഡൻസ് ഡെയിലി ഉണ്ടാവുന്നത് ബസ് കാരണം. ഓവർടേക്ക് ചെയ്ത് ബസ് വന്നപ്പം സ്കൂട്ടറിലിടിച്ചു, ബൈക്കിലിടിച്ചു, കാറിലിടിച്ചു, മരത്തിൽ ഇടിച്ചു, പോസ്റ്റ് ഇടിച്ചു. ഇതൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ്. പക്ഷെ എന്നിട്ടും ഇത് കുറയുന്നുണ്ടോ? പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം അർജൻറ്റായിട്ട് ഒരു സ്ഥലം വരെ പോകണം, ഒരു 15 കിലോമീറ്റർ ബ്ലോക്ക് ഉണ്ട്. നമ്മൾ ബൈക്കിലായാലും കാറിലായാലും നമുക്കറിയാം, കൂടിപ്പോയ ഒരു 30 to 45 മിനിറ്റ്സ് എടുക്കുന്നത്. പക്ഷെ ബസ്സിലാണെങ്കിൽ നമ്മളൊരു 50 മിനിറ്റ്സിൽ എത്തും. ആ ഒരു വിശ്വാസമുണ്ട് ബസ്സിൽ പോകുന്ന ആൾക്കാർക്ക്. പക്ഷെ ബസ്സിൻ്റെ ഓപ്പോസിറ്റ് കാറിനോ ബൈക്കിനോ പോകുന്ന ആൾക്കാർക്ക് റോട്ടിൽ ഇറങ്ങാൻ യാതൊരു വിശ്വാസവും ഇല്ല. കാരണം അത്രയും പേടിയാണ്. കാരണം ഇവർ പോകുന്ന പോക്ക് വെച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. നമ്മൾ എന്താ പറയുക, ഒരു കാറിന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴായിരിക്കും ബസ് അവിടെ നിന്ന് ഇങ്ങനെ പാഞ്ഞു തരണത്. അപ്പം തന്നെ തീർന്നു. അപ്പം ആലോചിച്ച് നോക്കിയേ, അപ്പോൾ എന്തായിരിക്കും ആ റോഡിൻ്റെ അവസ്ഥ. അതും ഞാൻ ഇന്നലെ പോയപ്പം ഒരു KSRTC ബസ് സ്റ്റാൻഡിൻ്റെ KSRTC ബസ്സിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു പ്രൈവറ്റ് ബസ്. ആ പ്രൈവറ്റ് ബസ് KSRTCനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ഇടയിൽ കൂടി അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബസ് ഈ 2 ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് പോയി.
അല്ലെങ്കിൽ 2 ലൈൻ റോഡാണ്, അതിൻ്റെ ഇടയിൽ 3 ബസ് പോവുക. ഓപ്പോസിറ്റ് ഒരു കാറും വരുന്നുണ്ട്. കാറുകാരൻ എവിടെ നോക്കിയാടാ പോണേ എന്ന് കയ്യൊക്കെ കാണിക്കുന്നുണ്ട്. എവിടെ ബസ്സുകാരെ അതൊക്കെ നോക്കുന്നോ? തട്ടിയില്ലല്ലോ, അപ്പൊ കുഴപ്പമില്ല, അപ്പൊ സേഫാണ് എന്നുള്ള മൈൻഡിലാണ് എല്ലാവരും പോകുന്നത്. ഈ നമ്മൾ ഈ റോഡിനെ കുറ്റം പറഞ്ഞിട്ടോ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. കാരണം ഇവിടെ ഇങ്ങനെയാണ്. ഇനി ഇത് മാറണമെങ്കിൽ സാധ്യതയില്ല, ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ഭാവിയിലോട്ട് ഇനി മാറുന്നു യാതൊരു പ്രതീക്ഷയും വേണ്ട. കഴിഞ്ഞ 5 കൊല്ലവും നമ്മൾ ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, മാറും, ബസ്സുകൾ ശാന്തമായിട്ട് പോകും. എന്താ ആക്സിഡന്റ് എന്നൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഓക്കെ ഇനി ബസ് പതുക്കെ പോയിക്കോളും, എന്താ വേഗത കൂടുതലല്ലാതെ, അല്ലാതെ ആ ആക്സിഡന്റിന്റെ ആ ഡ്രൈവറിനെ സസ്പെൻഡ് ചെയ്യാല്ലാതെ വേറെ ഒരു മാറ്റം ഇവിടെ വന്നിട്ടില്ല. കണ്ട കാറുകളൊക്കെ വരുന്ന കണ്ടില്ല, ജസ്റ്റ് മിസ്സിനൊക്കെയാണ്. അതും ഞാൻ പോകുന്ന സ്പീഡ് കണ്ടില്ലേ, 10-15. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്താ പറയാ, റഷ് ഡ്രൈവല്ല, എന്താ പറയാ അതിന് പേരും മറന്നു, എന്നാലും കുഴപ്പമില്ല. കണ്ടോ ഈ ഓരോ ആൾക്കാർ ഓരോ ഇതിന്ന് മെയിനായിട്ട് ജെൻസും വരുമ്പോൾ നോക്കണം. കാരണം ആൾക്കാരൊക്കെ എങ്ങനെ വരുന്നതെന്ന് പറയാൻ പറ്റൂല, എവിടുന്നാ വരുന്നതെന്ന് പറയാൻ പറ്റൂല. ഒരു ഓട്ടോറിക്ഷ ഓപ്പോസിറ്റ് റോങ് സൈഡ് വരുന്നുണ്ടെങ്കിൽ വേറൊരു ഓട്ടോറിക്ഷ അപ്പുറത്തോട്ട് പോകുമായിരിക്കും. ഒരു ബൈക്ക് ഇതിൽ കൂടി വരുന്നുണ്ടെങ്കിൽ ഒരു കാർ അതിൽ കൂടി വരുമായിരിക്കും. ഒറ്റ വഴിയേ ഉണ്ടാവുള്ളൂ, എന്നാലും 10-20 വണ്ടി ഉണ്ടാവും വഴിയിൽ. പിന്നെ എങ്ങനെ ബ്ലോക്ക് വരാതെ? ഇപ്പൊ തന്നെ എൻ്റെ മുമ്പിലുള്ള ബസ് ഇൻഡിക്കേറ്റർ ഇട്ടാ പോകണം, അത് അവിടുന്നേ ഇൻഡിക്കേറ്റർ ഇട്ടത്, ഇതുവരെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് അത് നിർത്തിയിട്ടില്ല. ഞാനിപ്പം നിർത്തും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പിടിച്ചിട്ട് ലെഫ്റ്റ് ഓവർടേക്ക് ചെയ്യാതെ വെക്കാൻ വേണ്ടി കുറേ നോക്കി. റൈറ്റ് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ബസ്സുകാരെപ്പോഴും റൈറ്റ് സൈഡ് പിടിച്ചിട്ടേ അവർക്ക് ഓട്ടിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ സെൻറ്ററുള്ള ലൈനില്ലേ, അതിൽ കൂടി ഓട്ടിച്ചാലേ അവർക്ക് കറക്റ്റ് ആ സൈഡ് കിട്ടുള്ളൂ. കാരണം ഞാൻ ബസ് ഓട്ടിച്ചിട്ടുണ്ട്, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ബസ്സുകാർ പക്ഷെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മൾ എല്ലാവരും വിചാരിക്കും ബസ് ഇപ്പം എടുക്കും, ബസ് സ്റ്റാൻഡ് എത്തി, ഇപ്പം നിർത്താനുള്ളതാണ്. പക്ഷെ ബസ് സ്റ്റാൻഡ് എത്തിയാലും ബസ് നിർത്തൂല, അപ്പോൾ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളെന്താ ചെയ്യുക? നമ്മൾ കണ്ടു അറിഞ്ഞു ഓവർടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പോവുക. അല്ലാതെ ഇപ്പം എന്താ പറയുക. ഇപ്പം തന്നെ ഇതിപ്പം കോഴിക്കോട് മലപ്പുറം പുളിക്കൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീട്ടിൽ ഇരുന്നപ്പോൾ എനിക്ക് 5:30 എയർപോർട്ടിൽ പോകണം. അങ്ങനെ എയർപോർട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഞാൻ എയർപോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കറക്റ്റ് ഒരു 10 കിലോമീറ്റർ ഉണ്ട്, കറക്റ്റ് 10 കിലോമീറ്റർ. ഒന്ന് ഞാൻ വണ്ടിയിൽ ട്രിപ്പ് ഓണാക്കി കഴിഞ്ഞാൽ കറക്റ്റ് 10 ആകുമ്പോൾ എൻ്റെ വീട്ടിലെത്തിയിരിക്കും, അല്ലെങ്കിൽ കറക്റ്റ് 10 ആയിരിക്കും എയർപോർട്ടിലെത്തിയിരിക്കും. അതും 1 സൈഡാണ് കേട്ടോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും 20 കിലോമീറ്റേഴ്സ് ഡെയിലി പോകണം. അപ്പോൾ ഞാനപ്പോൾ എയർപോർട്ടിൽ പോകാൻ നേരത്തെ ഒരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ച് എടുക്കണതാണ്. അപ്പം എന്തൊക്കെ കാരണം, നമുക്ക് കണ്ടന്റ് ഇല്ലെങ്കിലും ആൾക്കാർ ഇങ്ങോട്ട് വന്ന് മക്കളെ കണ്ടന്റ് തരാം എന്ന് പറഞ്ഞവർ കണ്ടന്റ് തരുന്നുണ്ട്. ഇപ്പം തന്നെ എന്താ പറയുക, ഒരു കണ്ടന്റ് ഇപ്പം ഇവിടെ ഒന്നും എല്ലാം ശാന്തമാണ്. പക്ഷെ എനിക്ക് പറയാലോ, അത് ആ ലോറി പോകണമെന്നൊക്കെ, അതിൻ്റെ ലെഫ്റ്റ് എടുക്കണോ റൈറ്റ് എടുക്കണോ എന്ന് കൺഫ്യൂഷനിൽ നിൽക്കുന്നു. റൈറ്റ് എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഞാൻ ലെഫ്റ്റ് കൂടി ഓവർടേക്ക് ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഓട്ടോ വരുന്നു, അയാൾ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് എടുത്തു. ഇവനൊക്കെ എവിടെ നോക്കിയാ വണ്ടി ഓട്ടിക്കണത്? ഇങ്ങനൊക്കെ എനിക്ക് പറഞ്ഞൂടെ? ശരിക്കും ഇതാണ് കണ്ടന്റ്. സ്പോട്ടിൽ നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നു, എന്തൊക്കെ പറയുന്നു, അതൊക്കെയാണ്. അതിപ്പം ആർക്കും എന്തു പറയാം, പക്ഷേ ആ പറയുന്ന രീതിയിൽ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് പല കാര്യങ്ങളുണ്ട്. നമ്മൾ പോസിറ്റീവ് പറയുകയാണെങ്കിൽ കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, നെഗറ്റീവ് പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ബട്ട് പതുക്കെ അത് ബോറിംഗ് ആയി തോന്നും. ഇപ്പം തന്നെ ഞാൻ ഈ പറയുന്നത് ബോറിംഗ് ആണോ എന്ന് എനിക്ക് വരെ തോന്നിയിട്ടുണ്ട്. അത് എന്താ പറയുക, ഇത്ര ആൾക്കാർ കേൾക്കുമോ, എന്താ പറയുക, ആരെങ്കിലും നോക്കൂ, ഇതൊന്നും എനിക്കൊരു ഇതല്ല. പക്ഷെ പറയുമ്പോൾ ഒരു മൈൻഡ് ഒരു ഇതുണ്ടല്ലോ, അത് നമ്മൾ തന്നെ ആ വീഡിയോ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യാനുള്ള മെയിൻ റീസൺ. വണ്ടീൻ്റെ സൗണ്ട്, ഈ എന്താ പറയുക, മെയിനായിട്ട് സൂപ്പർ ബൈക്കിനോടുള്ള ക്രേസ് എന്തുകൊണ്ടാണെന്നറിയോ? അതിൻ്റെ സ്പീഡ് എല്ലാം മെയിൻ, അതിൻ്റെ സൗണ്ടാണ്. ഇപ്പോൾ സ്റ്റോക്ക് സൗണ്ടിൽ തന്നെ മിക്ക സൂപ്പർ ബൈക്സും നല്ല രസമാണ് കേൾക്കാൻ. ആ ഒരു സൗണ്ട് ഈസ് ഫസ്റ്റ് തിങ് ഐ വിൽ സജസ്റ്റ്. സൂപ്പർ ബൈക്കിൽ ഫസ്റ്റ് വരുന്നത് എനിക്കിഷ്ടം സൗണ്ടാണ്. രണ്ടാമത്തത് സ്പീഡ്, മൂന്നാമത്തത് ഡിസൈൻ, അതിൻ്റെ ബ്യൂട്ടി ഓഫ് എ ബൈക്ക്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ S1000 ZX10R അതിൻ്റെ ഒക്കെ കാണുമ്പോൾ തന്നെ അതൊരു എന്താ രസം. അതിൻ്റെ പവർ, അതിൻ്റെ എന്താ പറയുക സൗണ്ട് എല്ലാം ഉണ്ട്. ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല പറയാനായിട്ട്. സോ എന്താ പറയുക, സാധാരണ ബൈക്കേഴ്സ് വ്ലോഗേഴ്സ് പറയുന്ന പോലെ അത് ഇത്ര CC ആണ്, എൻജിൻ ഇൻലൈൻ 4 ആണ്, അങ്ങനെയൊക്കെ പറയാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം അറിയാത്ത പറയുന്നതിനെക്കാട്ടി നല്ലത് പറയാതിരിക്കുന്നതാണ്. അറിയുന്നവര് അല്ല, ഭാവിയിൽ എപ്പോഴും പഠിക്കുമ്പോൾ പറയാലോ, സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, ഇങ്ങനെ പോവാം, എവിടെയെങ്കിലുമൊക്കെ എത്തും. എവിടെയെങ്കിലുമൊക്കെ എത്തില്ല, എയർപോർട്ടിലേക്ക് തന്നെ പോണത്. ഓൾമോസ്റ്റ് നമ്മൾ എയർപോർട്ട് എത്താനായിട്ട് ഇപ്പോൾ തന്നെ 10 മിനിറ്റായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. പക്ഷേ നോർമലി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് 15 മിനിറ്റിൽ ഞാൻ സ്പോട്ടിലെത്തിയിരിക്കും. പതുക്കെ വരികയാണെങ്കിൽ 15 മിനിറ്റും, സ്പീഡ് വരികയാണെങ്കിൽ 9 മിനിറ്റുമാണ് എനിക്ക് അവിടെ നിന്ന് ഉള്ള ടൈം 10 കിലോമീറ്റേഴ്സിൽ. സോ ഇപ്പം ഞാൻ പതുക്കെയാണ് പോകുന്നത്. മീൻസ് നോർമലി പോകുന്ന വെച്ചിട്ട് പതുക്കെയാണ് പോകുന്നത്. അപ്പം എൻ്റെ ഒരു ഊഹം വെച്ച് ഞാനൊരു കറക്റ്റ് ഒരു 10 മിനിറ്റ് മുമ്പേ എത്തും. 15 മിനിറ്റിൻ്റെ 10 മിനിറ്റ് മുമ്പേ എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമുക്ക് ഓൾമോസ്റ്റ് ഒരു എവിടേക്കോ എത്തിന്. ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോയാലും ഒരു 3 കിലോമീറ്റർ ഉണ്ടാവും, 2 കിലോമീറ്റർ ഉണ്ടാവും. കാരണം ഇത് ഏതാ സ്ഥലം? നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ മുകളിലത്തെ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇത് ഏതാ സ്ഥലം? ഏതോ സ്ഥലം. നമ്മൾ എയർപോർട്ടിൻ്റെ മുകളിലത്തെ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴോട്ട് ആ ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റൈറ്റ് എടുത്ത് നേരെ താഴോട്ട് പോകുന്നത് എയർപോർട്ടാണ്. എയർപോർട്ട് നമ്മുടെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. എന്താ പറയുക, നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഇത്രയും നേരം എന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞു തുടങ്ങിയത് എന്താണ്, ലാസ്റ്റ് പറഞ്ഞു തുടങ്ങിയത് വണ്ടീൻ്റെ എക്സോസ്റ്റിനെ കുറിച്ചാണ്, സൈലൻസറിൻ്റെ സൗണ്ട് എങ്ങനെ ഉണ്ട് നോക്കാൻ. പക്ഷെ പറഞ്ഞ് സൂപ്പർ ബൈക്ക് എത്തി, പിന്നെ റോഡിലെ ബസ്സുകളെ കുറച്ചെത്തി. അതാ പറഞ്ഞു പോകുമ്പോൾ എവിടേക്കോ എത്തി. ഞാൻ പറയണത് എന്താന്ന് ഓർമ്മയില്ല എന്നല്ല, നമ്മൾ ആ പറഞ്ഞു പോകുമ്പം ആ ഫ്ലോയിൽ ഓരോന്ന് കയറി വരണതാണ്. ഇപ്പം എയർപോർട്ടിലെത്തി. ഈ എയർപോർട്ടിൽ ഈ സൈഡിൽ ഇപ്പം ഞാൻ പാസ് ചെയ്ത് പോയ ഒരു സ്ഥലത്ത് ഒരു കട ഉണ്ട്, ഒരു കരിമീൻ ജ്യൂസാണ്. എന്താ മോനെ ടേസ്റ്റ്! ആ കരിമീൻ ജ്യൂസ് നല്ല ടേസ്റ്റാണ്. എയർപോർട്ട് പോകണ വഴിക്ക് ആ താഴത്തെ ഭാഗത്തിൽ ഒരു കരിമീൻ ജ്യൂസ് ഉണ്ട്. അതിലൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്താ പറയുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പറയണ പോലെ തന്നെ എന്തെങ്കിലും വ്യത്യസ്തത വരുത്താനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് കണ്ടുപിടിക്കണം. അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എനിവേ, താങ്ക് യു ഫോർ സീയിങ് മൈ വീഡിയോ. എന്താ പറയുക, ആരെങ്കിലും ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ ഫുള്ള് കണ്ടതിന് നന്ദി, നമസ്കാരം. എന്താ പറയുക, പറയാനൊന്നുമില്ല. കണ്ടതിൽ സന്തോഷം, കേട്ടതിൽ സന്തോഷം, പറയാൻ പറ്റിയതിൽ സന്തോഷം, എല്ലാത്തിലും സന്തോഷം മാത്രം. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി എങ്ങനെ പോയാലും ഒരു 500 മീറ്റേഴ്സ് ഉണ്ടാവും. ആ ജംഗ്ഷൻ ഇതാണ് നമ്മുടെ ന്യൂമൺ ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ എയർപോർട്ടിൻ്റെ താഴത്തെ ജംഗ്ഷൻ്റെ ന്യൂമൺ ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, സ്ട്രൈറ്റ് ഉണ്ട്, ബാക്ക് ഉണ്ട്. നമുക്ക് സ്ട്രൈറ്റ് ആണ് പോകാനുള്ളത്. സ്ട്രൈറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ട് എത്തി. ഇപ്പോൾ ഓൾമോസ്റ്റ് 14 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മളൊരു 10 മിനിറ്റ് മുമ്പ് എത്തുന്നതാണ്. അതായത് 15 മിനിറ്റിൻ്റെ 10 മിനിറ്റ് മുമ്പ് നമുക്ക് എത്തുമോ നോക്കാം. ജസ്റ്റ് ഇതായി ലെഫ്റ്റ് കാണുന്നതാണ് നമ്മുടെ ചായക്കട. നമ്മൾ ജോലി കഴിഞ്ഞ് ബ്രേക്ക് ടൈമിൽ ഫുൾ ടൈം ചായ കുടിക്കുന്ന ഒരേ ഒരു ഷോപ്പ്. എന്താ കടികൾ! വാവ്! അങ്ങനെ ഗായ്സ്, നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ എയർപോർട്ടിലോട്ട് കയറുകയാണ്. കയറി കോർണറിങ്. അയ്യോ, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പം തന്നെ ഈ വണ്ടീൻ്റെ സൗണ്ട് കേട്ടിട്ട് ആൾക്കാർ നോക്കണുണ്ടില്ലേ, ഇതെന്തത്, ആരാ. അങ്ങനെ ഗായ്സ്, നമ്മൾ എയർപോർട്ട് എത്തിയിരിക്കുന്നു. 14 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മൾ കറക്റ്റ് 10 മിനിറ്റ് മുമ്പേ 1 മിനിറ്റ് മുമ്പേ എത്തിയിരിക്കുന്നു. ദാറ്റ്സ് എ മിസ്റ്റേക്ക്. ഞാനൊരു 1 മിനിറ്റ് ആണ് ഉദ്ദേശിച്ചത്. 10 സെക്കൻഡാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞ് 10 മിനിറ്റ് ആയി. ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഗായ്സ്, നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ ഇടുന്നത് വരെ ബൈ, ഗുഡ് ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.